ഹലോ, നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും മാച്ചിങ് നോക്കുന്നവരാണ്. ഒരു കല്യാണത്തിന് പോയിന്നിരിക്കട്ടെ, അവിടുത്തെ സദ്യ കഴിക്കും അല്ലെങ്കിൽ ബിരിയാണി കഴിക്കും, എന്നിട്ട് നമ്മൾ ചെറുതായിട്ടൊരു കുറ്റമൊക്കെ പറഞ്ഞേക്കാം, അതിൽ കുറച്ച് ഉപ്പ് കൂടി പോയി, ഇങ്ങനെയൊക്കെ പറഞ്ഞേക്കാം അല്ലേ. പിന്നെ അതേപോലെ തന്നെ നമ്മളവിടെ പോയി കഴിഞ്ഞാൽ ചെയ്യുന്ന മറ്റൊരു കാര്യമുണ്ട്. ആ ചെക്കനും പെണ്ണും തമ്മിൽ നല്ല മാച്ചിങ് ആണോ എന്ന് നമ്മൾ നോക്കാറുണ്ട്. ഇനി ഒരു ഡ്രസ്സ് വാങ്ങാൻ പോയാലോ, നമ്മൾ മാച്ചിങ് നോക്കി സെലക്ട് ചെയ്യാറുള്ളൂ. അതുപോലെ തന്നെ ഒരു ചെരുപ്പ് വാങ്ങാൻ പോയാലും ഇതൊക്കെ തന്നെയാണ് നമ്മൾ ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ മാച്ചിങ് എന്ന് പറയുന്നതിന് വല്ലാത്തൊരു പ്രാധാന്യമുണ്ട്. ഈ മാച്ചിങ് നമ്മളുടെ ഇംഗ്ലീഷ് ഭാഷയിലും അതുമല്ലെങ്കിൽ ഇംഗ്ലീഷ് ഉപയോഗിക്കുമ്പോഴും നമ്മൾ അത് ചെയ്യാറുണ്ട്. ഇന്ന് നമ്മൾ അതിനെക്കുറിച്ചാണ് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. ഞാനേ പുതിയ ഒരു കഥ ബാലയാക്കാൻ പോകുന്നു. പുതിയ കഥ. അതായത് ഗുരുവി, ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പ്രിപ്പോസിഷൻസിനെ കുറിച്ചാണ്. പ്രിപ്പോസിഷൻ അല്ലേ, നമ്മൾ ഒരു ബോർഡ് എക്സാമിൽ, ടേം എക്സാമിൽ, PSC എക്സാമിൽ ഒക്കെ നമ്മൾ വരുത്തി വെക്കുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്താണെന്നറിയോ? ഈ പറയുന്ന സാധനമായിരിക്കും. നമ്മൾ ഏറ്റവും കൂടുതൽ കൺഫ്യൂസ് ചെയ്യുന്നതും നമുക്ക് ഉത്തരം കിട്ടാൻ വല്ലാത്തൊരു ബുദ്ധിമുട്ടുള്ളതും ഈ പറയുന്ന പ്രിപ്പോസിഷൻസ് ആണ്. ശരിയല്ലേ? നമ്മളൊക്കെ ഭംഗി ആസ്വദിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിലും ഈ ഭംഗിക്കൊക്കെ വലിയൊരു പ്രാധാന്യമുണ്ട്. നമ്മൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന 99% ആൾക്കാരും, 1% ആൾക്കാരെ ഞാൻ വിട്ടു, ഈ 99% ആൾക്കാരും നമുക്കൊക്കെ ഒരു എക്സാം ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ഇതേപോലെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഒക്കെ ചെയ്യാൻ വേണ്ടി തരുമ്പം പ്രിപ്പോസിഷൻ്റെ ഭാഗത്ത് ഭംഗിയുള്ളത് അല്ലെങ്കിൽ ഭംഗിയായിട്ട് സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുന്നത് നോക്കി നമ്മളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. ഒരു സെൻറ്റൻസ് വായിക്കുന്നു, അപ്പോൾ അവിടെ ഇന്ന് വേണോ, ഓണ് വേണോ, അറ്റു വേണോ, ബൈ വേണോ എന്നൊക്കെ ഒരു സംശയം വരും. അങ്ങനെ സംശയം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിൽ ഓരോന്നോരോന്നായിട്ട് അവിടെ വെച്ചിട്ട് പറഞ്ഞു നോക്കുമ്പോഴോ ഈ സെൻറ്റൻസ് കുഴപ്പമില്ല എന്ന് തോന്നുന്നത് ഏതാണോ അത് സെലക്ട് ചെയ്തിട്ടായിരിക്കാം നമ്മളിൽ മിക്ക ആൾക്കാരും എഴുതിയിട്ടുണ്ടാവുക. ഇപ്പം ഞാനൊക്കെ അങ്ങനെ തന്നെ ചെയ്തു വന്ന ആൾക്കാരാണ്. സോ നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് ഒരു തിയറിറ്റിക്കൽ പാർട്ടാണ്. എവിടെയൊക്കെയാണ് ഇതൊക്കെ ഉപയോഗിക്കേണ്ടത് എന്ന തിയറിയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഞാൻ തിയറി പറഞ്ഞു തരാം, പക്ഷേ അത് നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ തിയറി മാത്രം അറിഞ്ഞാൽ പോരാ, പകരം നിങ്ങൾ അതിൻ്റെ എക്സാമ്പിളുകൾ എഴുതി തന്നെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം. എന്താ പിന്നെ തുടങ്ങിയല്ലേ? 4 പ്രിപ്പോസിഷൻസിനെ കുറിച്ച് മാത്രമേ ഇന്ന് പറയുന്നുള്ളൂ. അറ്റ്, ഇൻ, ഓൺ, ബൈ. ഈ 4 പ്രിപ്പോസിഷൻസ് വളരെ എളുപ്പത്തിൽ നമുക്കതിൻ്റെ തിയറി പാർട്ടുകൾ പഠിക്കാം. അതോടൊപ്പം നേരത്തെ പറഞ്ഞ കാര്യം മറക്കണ്ട, എന്ത് ചെയ്യണം? എക്സാമ്പിളുകൾ എഴുതി നിങ്ങൾ പഠിക്കണം. എന്നാൽ ആദ്യത്തിലേക്ക് കിടക്കാം. ആദ്യത്തേത് അറ്റ് എന്ന് പറയുന്ന പ്രിപ്പോസിഷനാണ്. അറ്റ് എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ നമ്മൾ എവിടെയൊക്കെയാണ് ഉപയോഗിക്കാറുള്ളത്? എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? കുറേശ്ശൊക്കെ ഐഡിയ ഒക്കെ ഉണ്ടായിരിക്കും അല്ലേ. നമ്മൾ സാധാരണ സമയം പറയുമ്പോഴൊക്കെ അറ്റ് ഉപയോഗിക്കാറുണ്ടല്ലോ. അറ്റ് 10 o'clock എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ. സമയത്തിൻ്റെ കാര്യത്തിലൊക്കെ നമ്മൾ അറ്റ് ഉപയോഗിക്കാറുണ്ട്. അതൊക്കെ നമുക്കൊരു ചെറിയൊരു ഐഡിയ ഒക്കെ നമുക്ക് ഉണ്ടായിരിക്കും. നമ്മൾ അറ്റ് എന്ന് പറയുന്ന വാക്ക് ആദ്യം ഉപയോഗിക്കുന്നത് ഒരു ലൊക്കേഷൻ, സ്പെസിഫിക് ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പറയുന്ന അറ്റ് എന്ന് പറയുന്ന ഫ്രേസ് അല്ലെങ്കിൽ ആ പ്രിപ്പോസിഷൻ നമ്മൾ ഉപയോഗിക്കും. അതേപോലെ തന്നെ കൃത്യമായ സമയം പറയാൻ വേണ്ടിയിട്ടും അറ്റ് എന്ന് പറയുന്ന പ്രിപ്പോസിഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സോ അറ്റ് എന്ന് പറയുന്നത് 2 കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. ഒന്നാമത്തത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കൃത്യമായിട്ടുള്ള ലൊക്കേഷൻ പറയുന്നതിന് വേണ്ടി, രണ്ടാമത്തത് കൃത്യമായ സമയം പറയുന്നതിന് വേണ്ടി. നമ്മൾ കോഴിക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് നിൽക്കുകയാണെന്ന് കരുതുക. നമ്മളൊരാൾ ഫോണിൽ വിളിക്കുന്നു, നമ്മുടെ സുഹൃത്ത് നമ്മളെ ഫോണിൽ വിളിച്ചിട്ട് നീ എവിടെയാ എന്ന് ചോദിക്കുമ്പോൾ കോഴിക്കോട് എന്ന് പറയുന്നു. ഈ കോഴിക്കോട് എന്ന് പറയുമ്പോൾ വലിയൊരു ജില്ലയാണ്. അതിലെവിടെ വേണമെങ്കിലും നമുക്കാവാം അല്ലേ. ഒന്നുകിൽ ചിലപ്പോൾ താമരശ്ശേരി ആയിരിക്കാം, അല്ലെങ്കിൽ കുന്നമംഗലം എന്ന് പറയുന്ന ആ പ്രദേശത്ത് എവിടെയെങ്കിലും ആയിരിക്കാം. ഇനി കോഴിക്കോട് ടൗണിൽ തന്നെയാണെങ്കിൽ മാവൂർ റോട്ടിലായിരിക്കാം, എവിടെ വേണമെങ്കിലും ആവാം. പക്ഷേ നമ്മൾ എക്സാക്ട്ലി എവിടെയാണ് ഉള്ളത് എന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് അറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ എക്സാക്ട്ലി ആ ഒരു ബസ് സ്റ്റാൻഡിലാണ് ഉള്ളതെങ്കിലോ അറ്റ് ദ ബസ് സ്റ്റാൻഡ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ ഒരു സ്ഥലമായി. അപ്പോൾ നമ്മൾ കൃത്യമായ ഒരു സ്ഥലം പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ അറ്റ് എന്ന് പറയുന്ന ഫ്രേസ് അല്ലെങ്കിൽ പ്രിപ്പോസിഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ കൃത്യമായ സമയം. നീ എത്ര മണിക്ക് ഇന്ന് സിനിമയ്ക്ക് വരും? 2 മണി. കറക്റ്റ് 2 മണിക്ക് ഞാൻ വരും. അറ്റ് 2 o'clock. കറക്റ്റ് 2 മണിക്ക് വരുമെന്ന് പറഞ്ഞാൽ ആ സമയത്ത് തന്നെ പോകണം, ആ സമയത്ത് തന്നെ എത്തിച്ചേരണം അല്ലേ. കൃത്യമായി നമ്മൾ എത്തിച്ചേരുന്ന അല്ലെങ്കിൽ കൃത്യമായ സമയത്തെ പറയാൻ വേണ്ടി നമ്മൾ അറ്റ് എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ നമ്മൾ സാധാരണ ഉപയോഗിക്കാറുണ്ട്. ഇനി നമ്മളുടെ രണ്ടാമത്തേതിലേക്ക് കടക്കാം.
രണ്ടാമത്തത് ഓൺ എന്ന് പറഞ്ഞിട്ടുള്ള വാക്കാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ കൺഫ്യൂസ് ചെയ്യിക്കുന്ന രണ്ട് വാക്കുകളിലൊന്നാണ് ഓണും ഇന്നും. എവിടെയാണ് ഓൺ ഉപയോഗിക്കേണ്ടത്, എവിടെയാണ് ഇന്ന് ഉപയോഗിക്കേണ്ടത്? നമ്മളിപ്പോൾ ഒരു വലിയ വാഹനങ്ങളിലാണ് യാത്ര ചെയ്യുന്നത് എന്ന് കരുതുക. ഫോർ എക്സാമ്പിൾ ട്രെയിൻ, ബസ്, ഇതേപോലെയുള്ള വലിയ വലിയ വാഹനങ്ങളിലൊക്കെ നമ്മൾ യാത്ര ചെയ്യുകയാണെന്ന് കരുതുക. ഇങ്ങനെയുള്ള സമയത്ത് ഐ ആം ഓൺ ദ ട്രെയിൻ ആണോ ഐ ആം ഇൻ ദ ട്രെയിൻ ആണോ വരിക? ഒന്ന് ആലോചിച്ച് നോക്കി. വളരെ സിമ്പിളാണ്. ഇതേപോലുള്ള വലിയ വാഹനങ്ങളിൽ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മളൊരു വലിയ വാഹനത്തിൻ്റെ ഉള്ളിലാണെന്ന് പറയാൻ വേണ്ടി നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ഓൺ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ആയിരിക്കും. ഐ ആം ഓൺ ദ ട്രെയിൻ, ഐ ആം ഓൺ ദ ബസ് എന്നായിരിക്കും നമ്മൾ പറയുക. ഒരിക്കലും ഐ ആം ഇൻ ദ ബസ്, ഐ ആം ഇൻ ദ ട്രെയിൻ എന്ന് നമ്മൾ പറയാറില്ല. അപ്പോൾ വലിയ വാഹനങ്ങളിലൊക്കെ നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ നമ്മൾ വലിയ വാഹനത്തിനുള്ളിലാണ് എന്ന് പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷനാണ് ഓൺ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ. മനസ്സിലായോ? അതേപോലെ തന്നെ നമ്മൾ ചെറിയ കുട്ടികളെയൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന മറ്റൊരു കാര്യമാണ് ഓൺ എന്ന് പറഞ്ഞാൽ മുകളിൽ എന്ന് പറയുന്ന ഒരർത്ഥമുണ്ട്, അല്ലേ? എബോവ് എന്ന് പറയുന്ന ഒരർത്ഥമുണ്ട്. ദ ബുക്ക് ഓൺ ദ ടേബിൾ, അല്ലേ? പുസ്തകം ടേബിളിൻ്റെ മുകളിലാണ് എന്ന് പറയാൻ വേണ്ടി നമ്മൾ ഓൺ എന്ന് പറയാറുണ്ട്. ദ ബുക്ക് ഓൺ ദ ടേബിൾ, ദ പെൻസിൽ ഓൺ ദ ടേബിൾ, ദ ഗ്ലാസ് ഓൺ ദ ടേബിൾ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, അല്ലേ? എന്തെങ്കിലും ഒരു സാധനത്തിൻ്റെ ഒരു സർഫേസിൻ്റെ മുകളിലായിട്ട് നമ്മൾ എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലാണ് നമ്മളെങ്കിൽ നമ്മൾ എന്ത് പറയും? ഓൺ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും ആ സെൻറ്റൻസ് പറയുന്നത്. മനസ്സിലായോ? രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്നാമത്തേത് വലിയ വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ ഓൺ എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നു. രണ്ടാമത്തേത് എവിടെയായിരുന്നു? യെസ്, അതായത് മുകളിൽ എന്ന ഒരർത്ഥത്തിൽ നമ്മൾ ഓൺ എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കാറുണ്ട്. ഇനി എവിടെയാ ഓൺ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നത്? മൂന്നാമത്തെ ഓൺ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ദിവസങ്ങളുടെ മുൻപിൽ. ഓൺ മൺഡേ, ഓൺ ട്യൂസ്ഡേ, ഓൺ വെനസ്ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് ദിവസങ്ങളുടെ മുൻപിൽ നമ്മൾ ഓൺ എന്ന് പറയുന്ന പ്രിപ്പോസിഷനാണ് ഉപയോഗിക്കുക. അത് സ്പെസിഫിക് ആയിരിക്കില്ല. നീ എപ്പോഴാ നാട്ടിലേക്ക് വരിക എന്ന് നമ്മളോട് കൂട്ടുകാരൻ ചോദിക്കുമ്പോൾ നമ്മൾ പറയാണ് ഞാൻ തിങ്കളാഴ്ച വരും. അങ്ങനെ തിങ്കളാഴ്ച വരും എന്ന് പറയുമ്പോൾ തിങ്കളാഴ്ച രാവിലെ 6 മണിക്ക് വരാം, 10 മണിക്ക് വരാം, 12 മണിക്ക് വരാം, ചിലപ്പം ഒരു രാത്രി 10 മണിക്കായിരിക്കും വരുന്നത്. അപ്പോൾ കൃത്യമായ ഒരു സമയമോ ഒന്നുമില്ല, തിങ്കളാഴ്ച വരുമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. എപ്പോൾ വേണമെങ്കിലും വരാം. ഇങ്ങനെ കൃത്യതയില്ലാതെ ഓൺ ഡേയ്സ്, ആ ഒരു ദിവസങ്ങളിൽ എത്തിച്ചേരുമെന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പറയുന്ന ഓൺ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഇതിൽ നമ്മൾ ആഡ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയുണ്ട്. നമ്മൾ ഒരു സൈക്കിളിൽ യാത്ര ചെയ്യുകയാണെന്ന് കരുതുക. നമ്മൾ സൈക്കിൾ ചവിട്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ സൈക്കിൾ ചവിട്ടി പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സൈക്കിളിൻ്റെ പുറത്താണ് എന്ന് പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ഏതാണെന്നറിയോ? സൈക്കിൾ എന്ന് പറയുന്നത് വലിയൊരു വാഹനമൊന്നും അല്ല, അല്ലേ? ചെറിയൊരു വാഹനമാണ്. അപ്പോൾ സൈക്കിൾ എന്ന് പറയുന്ന ചെറിയൊരു വാഹനമാണെങ്കിൽ പോലും നമ്മൾ ആ സൈക്കിൾ ചവിട്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ സൈക്കിളിൻ്റെ പുറത്താണെന്ന് പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷനും ഓൺ എന്ന് പറയുന്ന പ്രിപ്പോസിഷനാണ്. ഇനി അടുത്തത് ഇൻ എന്ന് പറയുന്നതാണ്. ഇൻ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ചെറിയ വാഹനങ്ങളിലൊക്കെ നമ്മൾ യാത്ര ചെയ്യുകയാണെന്ന് കരുതുക. ചെറിയ കാറിലോ അതുപോലെ തന്നെ ചെറിയ ടാക്സിയിലൊക്കെ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഈ ചെറിയ വാഹനങ്ങളിലൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ പറയാം ഐ ആം ഇൻ ദ കാർ, ഐ ആം ഇൻ ദ കാർ, ഐ ആം ഇൻ ദ ബോട്ട്, ഐ ആം ഇൻ ദ ടാക്സി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാൻ കഴിയും. വേണമെങ്കിലല്ല, അങ്ങനെ പറയാൻ കഴിയും. അതൊരിക്കലും നമ്മൾ എന്താ പറയുക ഐ ആം ഓൺ ദ കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തായിപ്പോയി? നമ്മൾ കാറിൻ്റെ മേലെ ക്യാരേജിൻ്റെ മേലെ കയറി ഇരിക്കുകയാണ്, ആ കാരിയറിൻ്റെ മേലെയാണെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഓൺ ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. ഇനി മറ്റൊരു കാര്യം, ഇൻ എന്ന് പറയുന്നത് ഉൾവശത്താണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു ദ ബുക്ക് ഓൺ ദ ടേബിൾ എന്നാണ് നമ്മൾ പറഞ്ഞത്, അല്ലേ? ആ പുസ്തകം ആ ഒരു ടേബിളിൻ്റെ ഉൾവശത്താണുള്ളതെങ്കിലോ ദ ബുക്ക് ഇൻ ദ ടേബിൾ, അല്ലേ? നമ്മളെ മേശവലിപ്പൊക്കെ ഉണ്ടെന്ന് കരുതുക. ആ മേശവലിപ്പിൻ്റെ ഉള്ളിലാണ് പുസ്തകം ഉള്ളതെങ്കിലോ ദ ബുക്ക് ഇൻ ദ ടേബിളാണ്, അതിൻ്റെ ഉള്ളിലാണതുള്ളത്, അല്ലേ? അപ്പോൾ ഉൾവശത്ത് എന്ന അർത്ഥത്തിൽ കൂടി നമ്മൾ ഇൻ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കാറുണ്ട്. ലോങ് ടൈംസിനെ കാണിക്കാൻ വേണ്ടി, നീണ്ട സമയങ്ങളെ കാണിക്കാൻ വേണ്ടി നമ്മൾ ഇൻ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻസ് ഉപയോഗിക്കാറുണ്ട്. ഇൻ ദി വീക്ക്, ഇൻ ദ മന്ത് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. നിൻ്റെ ബർത്ത്ഡേ എന്താ? നമ്മൾ ബർത്ത്ഡേ എന്താണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയാണ് ഓഗസ്റ്റ് മന്തിലാണ്. ഇൻ ദ ഓഗസ്റ്റ് എന്ന് പറയുമ്പോൾ ഓഗസ്റ്റിൽ ഏത് ദിവസം വേണമെങ്കിലും ആകാം.
ചിലപ്പോൾ 1-ാം തീയതി ആയിരിക്കാം, ചിലപ്പോൾ 31-ാം തീയതി ആയിരിക്കാം, അറിയില്ല. പക്ഷേ ഓഗസ്റ്റ് മാസത്തിലാണ് എക്സാക്ട്ലി നമുക്ക് ആ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റോ അല്ലെങ്കിൽ സമയമോ ഒന്നും നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ലോങ് ആയിട്ടുള്ള ടൈമിനെ കാണിക്കാൻ വേണ്ടി ഇൻ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ 3 കാര്യങ്ങളാണ്. ചെറിയ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇൻ എന്ന് പറയുന്ന പ്രിപ്പോസിഷനാണ് ഉപയോഗിക്കുന്നത്. ഉള്ളിൽ എന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ ഇൻ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കാറുണ്ട്. ആൻഡ് ഫൈനലി ഇൻ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നത് ഒരു നീണ്ട സമയത്തെക്കുറിച്ച് പറയാൻ വേണ്ടി, ഇൻ ദി വീക്ക്, ഇൻ ദ മന്ത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നീണ്ട സമയത്തെ കാണിക്കുന്നതിന് വേണ്ടി. മനസ്സിലായോ? ഇനി അവസാനത്തത് ബൈ എന്ന് പറയുന്ന പ്രിപ്പോസിഷനാണ്. ബൈ എന്ന് പറയുന്ന പ്രിപ്പോസിഷനാണ് അവസാനമായിട്ടുള്ളത്. ഈ ബൈ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് വളരെ അടുത്ത്, ക്ലോസ്, നിയർ എന്ന അർത്ഥത്തിൽ നമ്മൾ ബൈ എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കാറുണ്ട്. അതിൻ്റെ അടുത്താണുള്ളത് എന്ന് പറയാൻ വേണ്ടിയിട്ട് അവിടെ നിയർ അല്ലെങ്കിൽ ക്ലോസ് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നതിന് പകരം ബൈ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ നമ്മൾ സാധാരണ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ഒരു പ്രവൃത്തി ചെയ്യുന്ന വ്യക്തിയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പോസിഷൻസ് ഉപയോഗിക്കും. ഈ പറയുന്ന ബൈ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ എങ്ങനെയാണെന്നറിയോ? ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് എന്ന് പറയുന്ന സംഭവത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? അതിൽ പാസീവ് വോയിസുകൾ എഴുതുന്ന സമയത്ത് നമ്മൾ ബൈ എന്ന് പറയുന്ന ആ ഫ്രേസ് അല്ലെങ്കിൽ പ്രിപ്പോസിഷൻ സാധാരണ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ദ ലെറ്റർ വാസ് റിട്ടൺ ബൈ അനിൽ. ആ ലെറ്റർ എഴുതിയതാരാ? അനിലാണ് എന്ന് പറയാൻ വേണ്ടി അവിടെ ദ ലെറ്റർ വാസ് റിട്ടൺ ബൈ അനിൽ എന്ന് പറയുന്നു. അവിടെ ബൈ എന്ന് പറയുന്നത് ആ പ്രവൃത്തി ആരാണ് ചെയ്തത് എന്ന് പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. സോ ഫൈനലി ടൈമിനെ കുറിച്ച് പറയുമ്പോൾ എൻ ടൈം, അവസാനിക്കുന്ന സമയത്തെക്കുറിച്ച് പറയാൻ, എപ്പോഴാണ് ഈ പ്രവൃത്തി അവസാനിക്കുക അല്ലെങ്കിൽ ഈ പരിപാടി എപ്പോഴാണ് അവസാനിക്കുക എന്നൊക്കെ ചോദിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഇതൊക്കെ അവസാനിക്കുന്ന ഒരു അവസാനം, എൻ ടൈമിനെ കുറിച്ച് പറയാൻ വേണ്ടി നമ്മൾ ബൈ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻസ് ഉപയോഗിക്കാറുണ്ട്. എക്സാമ്പിൾ വേണോ? ഐ വിൽ ഫിനിഷ് ദ വർക്ക് ബൈ 9 PM. ഐ വിൽ ഫിനിഷ് ദ വർക്ക് ബൈ 9 PM. ഞാൻ 9 മണിയാകുമ്പോഴേക്കും ആ വർക്ക് ഫിനിഷ് ചെയ്യും എന്നാണ് പറഞ്ഞത്. അപ്പോൾ 9 മണിയാകുമ്പോഴേക്കും ആ ഫിനിഷ് ചെയ്യും. അതായത് ആ ഒരു സമയമാകുമ്പോഴത്തേനും ഡെഡ് ലൈൻ ആണ്. 9 മണിക്ക് ആകുമ്പോഴേക്കും ആ പണി തീർന്നിട്ടുണ്ടാവും. അതുപോലെ ദ പ്രോഗ്രാം വിൽ എൻഡ് ബൈ എന്ന് പറയുന്ന അല്ലേ, ഈ ദ പ്രോഗ്രാം വിൽ എൻഡ് ബൈ 9 PM. 9 മണിയാകുമ്പോഴത്തേനും ഈ പ്രോഗ്രാം അവസാനിക്കും. അപ്പോൾ ആ കറക്റ്റ് 9 മണിക്ക് അത് തീർന്നിട്ടുണ്ടാവും. സോ ഈ പറയുന്ന ബൈ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ നമ്മൾ 3 കാര്യങ്ങളിലാണ് ഉപയോഗിക്കുന്നത്. ഒരു പ്രവൃത്തി ചെയ്തത് ആരാണ് എന്ന് പറയാൻ വേണ്ടി ബൈ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കും. അതേപോലെ തന്നെ സമയം, അവസാനിക്കുന്ന സമയത്തെക്കുറിച്ച് പറയാൻ വേണ്ടി നമ്മൾ ബൈ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കാറുണ്ട്. വളരെ അടുത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടി നമ്മൾ ബൈ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് പഠിച്ച 4 പ്രിപ്പോസിഷൻസ് ഓർമ്മയിലുണ്ടല്ലോ. ഞാൻ വെറും തിയറി മാത്രമാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ യു ഷുഡ് ഹാവ് ടു റൈറ്റ് ഡൗൺ സം എക്സാമ്പിൾസ്. ധാരാളം എക്സാമ്പിൾസ് അല്ല, ധാരാളം എക്സാമ്പിളുകൾ എഴുതി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്കിത് പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇനി ഒരിക്കലും നിങ്ങൾ ഒരു ടേം എക്സാമിനോ ഫൈനൽ എക്സാമിനോ അല്ലെങ്കിൽ PSC എക്സാമിനോ ഒന്നും പോയിട്ട് എന്ത് ചെയ്യരുത്? തെറ്റിച്ച് വെക്കരുത്. വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന കാര്യമാണ് ഇതൊക്കെ. അപ്പോൾ ഇനി ഒരു തെറ്റ് നമ്മളുടെ ഭാഗത്ത് ഈ 4 പ്രിപ്പോസിഷൻ്റെ കാര്യത്തിൽ ഉണ്ടാകാൻ വേണ്ടി പാടില്ല. സോ ബിഫോർ പോകുന്നതിന് മുമ്പായിട്ടൊരു കാര്യം പറയാനുള്ളത്, അതായത് സാധാരണ ഞാനിങ്ങനെ ആവശ്യപ്പെടാറില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെയായിട്ട് ഞാൻ നമ്മളുടെ ഈ ഒരു ഫോളോ ചെയ്യേണ്ട ഒരു ഇൻസ്റ്റഗ്രാം ID കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ള ആൾക്കാർ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യുക. ആരാണെങ്കിലും ഒരു 1K അടിക്കാൻ ആഗ്രഹിക്കുമല്ലോ അല്ലേ? ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ പറ്റുന്ന ആൾക്കാരൊക്കെ ഒന്ന് ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുക. സോ ദിസ് ഈസ് ANIL സൈനിങ് ഓഫ്. സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ഞാൻ പോകുന്നു. ബൈ ബൈ.